പിരിച്ചുവിടൽ നടന്ന കോറോ ഹെൽത്തിന്റെ കൊച്ചിയിലെയും കോഴിക്കോട്ടെയും ഓഫീസ് ഇന്നും തുറന്നില്ല. പുറത്തു നിൽക്കുന്ന ജീവനക്കാരുടെ അറ്റൻഡൻസ് ലേബർ ഓഫീസർ നേരിട്ട് രേഖപ്പെടുത്തി. ഇന്നലെ കമ്പനിയുടെ ലീഗൽ അഡ്വൈസർ കമ്പനി ഉടമകളുമായി സംസാരിച്ചെങ്കിലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ടില്ല. അവരിപ്പോൾ ഞങ്ങളടുത്ത് പറഞ്ഞിരിക്കുന്നത് പോലീസിന് നമ്മൾ കൊടുക്കുന്ന ഉറപ്പാണ്, നിങ്ങൾ അതിന് ആരും ഈ ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അറ്റൻഡൻസ് മാർക്ക് ചെയ്തതിന് ശേഷം ആരും അവിടെ ഉണ്ടാവരുതെന്നാണ്. അപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്ന ഗവൺമെൻറ്റിൻ്റെ ആ ഒരു ഇൻസ്ട്രക്ഷൻ നമ്മൾ ഫോളോ ചെയ്യുകയാണ്. അതാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. 10-ാം തീയതി വരെ തൽസ്ഥിതി തുടരാണ്. അത് തുടരാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നത്. അപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഓഫീസ് തുറന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ആകെ 90% സ്ത്രീകളാണ്. നമുക്ക് അവരവിടെ ഇല്ല, കാരണം നമുക്കൊരു വാഷ്റൂം യൂസ് ചെയ്യാനുള്ള സൗകര്യം പോലും നമുക്കിവിടെ ഇല്ല. തൽസ്ഥിതി തുടരാനുള്ള തീരുമാനത്തിൽ നിന്ന് കമ്പനി പിന്നോട്ട് പോയെന്ന് ഉമാ തോമസ് MLA പറഞ്ഞു. ഇന്നിപ്പോൾ ഇവർ കയറ്റിയിട്ടില്ല. നമ്മൾ വന്നവരുടെയൊക്കെ അറ്റൻഡൻസ് എടുക്കുകയാണ് ലേബർ ഓഫീസിൽ നിന്ന്. അത് അറ്റൻഡൻസ് എടുത്തു വയ്ക്കണത് നമ്മൾ കുട്ടികൾ ബില്ലിങ്ങാണ് ഇവർ കയറ്റിയിട്ടില്ല എന്നുള്ളതുകൊണ്ട് മാത്രം തിരിച്ചു പോകുക എന്നുള്ളത് പോലെ വരും. ഇനി 10th മീറ്റിംഗ് കഴിഞ്ഞിട്ടേ നമുക്ക് കറക്റ്റായിട്ട് എന്താണെന്ന് പറയാൻ പറ്റും. ഇത് മീറ്റിങ്ങിൻ്റെ ഔട്ട്പുട്ട് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവരുടെ ലോക്കൽ ഒരു ലീഗൽ അഡ്വൈസർ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിനോട് പറയുകയത്. പക്ഷേ ആ മീറ്റിങ്ങിൻ്റെ ഇത് കഴിഞ്ഞിട്ട് അദ്ദേഹം വിളിച്ചു കഴിഞ്ഞപ്പോൾ അവർ ഭയങ്കര അഡമൻറ്റ് സ്റ്റാൻഡാണ്. അവർ യാതൊരു കാരണവശാലും തുറക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് അവരിപ്പോൾ സെക്യൂരിറ്റികളെ പോലും മാറ്റിയിട്ടുണ്ട്, അത് പൂട്ടിയിട്ട് പോയി. ഓഫീസിലെത്തിയിട്ടും ജോലി ചെയ്യാൻ അനുവദിക്കുന്നില്ലെങ്കിൽ നിയമ നടപടികളിലേക്ക് കടക്കേണ്ടി വരുമെന്ന് ലേബർ ഓഫീസർ വ്യക്തമാക്കി. തൊഴിലാളികൾ ജോലി സ്ഥലത്ത് ഹാജരായാൽ അവർക്ക് ജോലി നൽകുക എന്നുള്ള എംപ്ലോയറുടെ ഒരു നിയമപരമായ ബാധ്യതയാണ്. അപ്പം തൊഴിലാളിയുടെ അല്ലാത്ത കാരണത്താൽ അവർക്ക് ജോലി കൊടുത്തില്ലെങ്കിൽ അത് എംപ്ലോയർ ആ നിയമം ലംഘിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് നേരിട്ട് ഇവരുടെ അറ്റൻഡൻസ് രേഖപ്പെടുത്തി ഇന്നിവിടെ എത്തിയിട്ടുള്ളവരെല്ലാം ഡ്യൂട്ടിക്ക് വന്നായിട്ട് തന്നെ നമ്മൾ കണക്കാക്കുന്നതാണ്. തുടർന്ന് നാളെയും മറ്റന്നാളും ഒക്കെ നമ്മൾ അത് ചെയ്യും. കൊച്ചിയിൽ നിന്നും അനിൽ ജോർജും കോഴിക്കോട് നിന്നും സരീഷ് PKയുമാണ് വിവരങ്ങളുമായി ചേരുന്നത്. ആദ്യം കൊച്ചിയിലേക്കാണ്, അനിലിലേക്കാണ്. അനിൽ, ഇന്നലെയൊക്കെ ഈ ഒരു ചർച്ച നടത്തിയതിനു ശേഷം പറഞ്ഞത് ഈ തൊഴിലാളികൾക്ക് വരാം, ഇവിടെ വന്ന് ജോലിയൊന്നും ഇല്ലെങ്കിൽ പോലും ഓഫീസ് ഉപയോഗിക്കാം, മറ്റു കാര്യങ്ങളൊക്കെ അവർക്ക് ചെയ്യാം എന്നുള്ളതാണ്. ഇതിപ്പോൾ അവരെ അകത്തേക്ക് പോലും കയറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങിയിരിക്കുന്നു. ഈ ചർച്ചകളൊക്കെ ഇന്നലെ ഉണ്ടായിട്ട് പോലും ഈ രീതിയിലുള്ള നിലപാടും നടപടികളുമാണ് അവർ തുടരുന്നത്. അതിൽ ഇവർ ലേബർ അഡ്വൈസർ ചോദിക്കുമ്പോൾ പോലും അവർ കൃത്യമായിട്ട് ഈ ഒരു നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്നുകൂടി പറയുകയാണ്. അപ്പോൾ എന്ത് നിയമ നടപടികളിലേക്ക് നീങ്ങിയാലും അല്ലെങ്കിൽ ആരൊക്കെ ഇടപെട്ടാലും തങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്നുള്ളതാണോ കോറോ ഹെൽത്ത് അധികൃതർ ഈ ഒരു സമയത്ത് വ്യക്തമാക്കുന്നത്? തീർച്ചയായും കമ്പനി അങ്ങനെ ഒരു നിലപാടിലേക്ക് നീങ്ങുന്നു എന്ന് തന്നെയാണ് സൂചനകൾ ലഭിക്കുന്നത്. ഇപ്പോൾ ഈ കൊച്ചി ഓഫീസിൽ ഒരു ജീവനക്കാർക്ക് പോലും അകത്തേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. ഈ വാതിലുകൾ തുറക്കണമെങ്കിൽ ഫേസ് ആപ്പ് മുഖേന തുറക്കാൻ കഴിയൂ. അതിനുള്ള ആക്സസ് കമ്പനി നൽകുന്നില്ല. അതിനാൽ തന്നെ രാവിലെ എത്തിയ ജീവനക്കാർക്ക് ഇവിടെ തന്നെ നിൽക്കേണ്ട ഒരു സാഹചര്യമുണ്ടായി. ആർക്കും അകത്തേക്ക് കയറാൻ കഴിഞ്ഞില്ല. ഇന്നലെ ചർച്ചകൾക്ക് ശേഷം ഉമാ തോമസ് അടക്കമുള്ള ആളുകൾ പറഞ്ഞത് കമ്പനിയുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു നടപടിയിലേക്ക് നീങ്ങും, ആ രീതിയിൽ ലീഗൽ അഡ്വൈസർ സംസാരിച്ചിരിക്കുന്നതെന്നാണ് പറഞ്ഞത്. പക്ഷേ ലീഗൽ അഡ്വൈസർ കമ്പനിയുമായി സംസാരിച്ചെങ്കിലും ആ കമ്പനി അത്തരമൊരു നടപടിയിലേക്ക് പോകാനുള്ള ഒരു തീരുമാനവും എടുത്തിട്ടില്ല, അല്ലെങ്കിൽ അവർ അത് കേൾക്കാൻ പോലും തയ്യാറായിട്ടില്ല എന്നുള്ള നിലയിലാണ് ലീഗൽ അഡ്വൈസറുടെ ഭാഗത്തു നിന്ന് മറുപടി ലഭിക്കുകയും ചെയ്തത്. ഇനി 10-ാം തീയതി ചർച്ചകൾക്ക് ശേഷം മറ്റ് നടപടികളിലേക്ക് കടക്കാമെന്നായിരുന്നു ഇന്നലത്തെ ചർച്ചയിലെ ധാരണ. അപ്പോൾ 10-ാം തീയതി വരെ ദിവസവും ഇവിടെ ജീവനക്കാർ എത്തുകയും അവരുടെ അറ്റൻഡൻസ് ലേബർ ഡിപ്പാർട്ട്മെന്റ് നേരിട്ട് രേഖപ്പെടുത്തുകയും ചെയ്യുന്ന നടപടിയാവും നടക്കുക. ഇന്ന് 9 മണിയോടുകൂടി ജീവനക്കാർ എത്തി. 9 മണിക്ക് ശേഷം ലേബർ ഡിപ്പാർട്ട്മെന്റ് നേരിട്ട് അവരുടെ അറ്റൻഡൻസ് വെള്ളക്കടലാസിൽ രേഖപ്പെടുത്തി. അതിനുശേഷം ഈ തൊഴിലാളികൾ ഇവിടെ നിന്ന് പിരിഞ്ഞു പോവുകയും ചെയ്തു. നാളെയും ഇത് ആവർത്തിക്കും. 10-ാം തീയതി നടക്കുന്ന ചർച്ചകൾ, ആ ചർച്ച എത്രത്തോളം വിജയകരമായിരിക്കും എന്ന കാര്യത്തിൽ ജീവനക്കാർക്കും വലിയ സംശയമുണ്ട്. ജീവനക്കാർ വലിയ തോതിൽ മാനസികമായി തകർന്ന ഒരു സാഹചര്യത്തിലാണ്. കാരണം ഒരു സുപ്രഭാതത്തിൽ യാതൊരു മുന്നറിയിപ്പുകളും ഇല്ലാതെ തൊഴിൽ നഷ്ടപ്പെട്ട ഒരുപറ്റം ആളുകളാണ് അവർ. അവരുടെ ജീവിതം സംബന്ധിച്ചിടത്തോളം, ഭാവി സംബന്ധിച്ചിടത്തോളം വലിയ ചോദ്യചിഹ്നങ്ങൾ ഉയരുകയും ചെയ്യുന്നുണ്ട്. ആരെ വിശ്വസിക്കണം ഞങ്ങൾ എന്നാണ് അവരിൽ പലരും ചോദിക്കുന്നത്. പക്ഷേ പരസ്യ പ്രതികരണത്തിന് അവർ തയ്യാറാവുന്നില്ല. കാരണം പരസ്യ പ്രതികരണത്തിലേക്ക് പോയാൽ അത് കൂടുതൽ നടപടികൾക്ക് ഇടം വരുത്തുമോ എന്നൊരു ഭയം അവർക്കുണ്ട്. അതിനാൽ അവരിൽ പലരും നിശബ്ദരായി മാറുകയും ചെയ്യുന്ന ഒരു
സാഹചര്യം കൂടിയുണ്ട്. ഇപ്പോൾ വിവിധ ട്രേഡ് യൂണിയനുകൾ ഈ സ്ഥാപനത്തിലേക്ക് പ്രതിഷേധം വലിയ ബഹുജന മാർച്ചുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി CITUവിന്റെ മാർച്ച് ഇപ്പോൾ ഇവിടേക്ക് എത്തുകയും ചെയ്തു. മറ്റ് തൊഴിലാളി സംഘടനാ നേതാക്കളും ഇന്ന് രാവിലെ മുതൽ ഇവിടെ എത്തുകയും ചെയ്തിട്ടുണ്ട്. ലേബർ ഡിപ്പാർട്ട്മെന്റ് ഇപ്പോഴും ഇവിടെ തുടരുന്ന ഒരു സാഹചര്യമാണ്. ജീവനക്കാർ ഏതാണ്ട് 90% ഇവിടെ എത്തിയ ജീവനക്കാർ അവരുടെ അറ്റൻഡൻസ് രേഖപ്പെടുത്തിയതിനു ശേഷം മടങ്ങിപ്പോവുകയും ചെയ്തിട്ടുണ്ട്. ശരി അനിൽ, നമുക്ക് കോഴിക്കോട്ടെ കൂടി പോകണം. കോഴിക്കോട് നിന്നും സരീഷ് പിക്കെയാണ് വിവരങ്ങളുമായി ചേരുന്നത്. സരീഷ്, കോഴിക്കോടും സമാനമായിട്ടുള്ള സാഹചര്യം തന്നെയാണ് എന്ന് മനസ്സിലാക്കുന്നു. ഇന്നും തൊഴിലാളികളെ അവർ അകത്തേക്ക് കയറ്റുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഈ കൊച്ചിയിൽ ഉണ്ടായതുപോലെ കൊച്ചിയിൽ സെക്യൂരിറ്റികളെ വരെ മാറ്റി എന്നുള്ളതാണ് അവർ പറയുന്നത്. കോഴിക്കോടും ഇതേ രീതിയിലാണോ? എന്താണ് അവിടെ എത്തിയിരിക്കുന്ന അവിടുത്തെ തൊഴിലാളികൾ പറയുന്നത്? അതുപോലെ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ എന്തെങ്കിലും ഉണ്ടോ അവിടെ? കൊച്ചിയിലേതിന് സമാനമായ സാഹചര്യം തന്നെയാണ് കോഴിക്കോടുമുള്ളത്. കാരണം ഇന്നലെ ഈ യോഗത്തിൽ 10-ാം തീയതി വരെ ഓഫീസ് ഉപയോഗിക്കാം എന്നൊരു തീരുമാനം ഉണ്ടായിരുന്നെങ്കിൽ പോലും അതിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ആ ഒരു വിശ്വാസത്തിലായിരുന്നു ഇന്ന് ജീവനക്കാരെല്ലാം തന്നെ രാവിലെ മുതൽ എത്തിയത്. രാവിലെ 9 മണിക്കാണ് ഇവരുടെ ജോലി സമയം എന്ന് പറയുന്നത്. ആ 9 മണിക്ക് ഇവിടെ എത്തിയെങ്കിലും ഈ ഓഫീസിലേക്ക് പ്രവേശിക്കാൻ സാധിച്ചിരുന്നില്ല. 9 മണിക്ക് ഇവിടെ എത്തിയ ജീവനക്കാർ സെക്യൂരിറ്റിയോട് ഈ ആക്സസ് ആവശ്യപ്പെടുന്നു. പക്ഷേ അവർ പറഞ്ഞത്, ജീവനക്കാർ ഇവർക്ക് നൽകിയ മറുപടി എന്ന് പറയുന്നത്, ഇന്നലെ ഈ ഇൻഡ്യൂക്കൂബ് എന്ന് പറയുന്ന കമ്പനി, ആ കമ്പനിയാണ് ഏജന്റായി പ്രവർത്തിക്കുന്നത്. അവർ ഇന്നലെ തന്നെ താക്കോൽ ഉൾപ്പെടെയുള്ളവ വാങ്ങിയിട്ടുണ്ട് എന്ന കാര്യമാണ് ഇവരോട് പറഞ്ഞിരിക്കുന്നത്. ഓഫീസ് തുറക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ താക്കോൽ ഉൾപ്പെടെയുള്ളവ അവർക്ക് തിരിച്ചേൽപ്പിച്ചിട്ടുണ്ട് എന്നൊരു മറുപടിയാണ് ജീവനക്കാർക്ക് ലഭിച്ചത്. അതോടെ മുഴുവൻ ജീവനക്കാരും ഈ പുറത്ത് നിൽക്കേണ്ട ഒരു സാഹചര്യമായിരുന്നു. അങ്ങനെ ഏതാണ്ട് 9:30 വരെ ഇവർ പുറത്ത് നിൽക്കുന്നു. അതിനിടയിലാണ് ഈ തൊഴിൽ വകുപ്പ് ഉദ്യോഗസ്ഥർ ഇങ്ങോട്ടേക്ക് എത്തുന്നത്. അവർ ഇവരുമായി ചർച്ച നടത്തുന്നു. ഒടുവിൽ കൊച്ചിയിലേതിന് സമാനമായി ഇവിടെയും ഈ വെള്ള പേപ്പറിൽ എല്ലാവരെയും കൊണ്ട് പേര്, ഫോൺ നമ്പർ, തങ്ങളുടെ ഏത് ഡിപ്പാർട്ട്മെൻറ്റാണോ ജോലി ചെയ്യുന്നത് ആ കാര്യങ്ങൾ എഴുതി വാങ്ങുന്നു. അതിനുശേഷം ഇവരോട് പിരിഞ്ഞു പോകാൻ പറയുന്നു. അങ്ങനെ കുറച്ച് ആളുകൾ മാത്രമാണ്, ഏതാണ്ട് 90% ആളുകളും പിരിഞ്ഞു പോയി കഴിഞ്ഞു. ഇനി കുറച്ച് ആളുകൾ മാത്രമാണ് ഇപ്പോഴുള്ളത്. എന്താ നിലവിലൊരു അവസ്ഥ? എന്താ നിലവിൽ ഇപ്പോൾ എന്ന് വെച്ചാൽ പിന്നെ ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കുന്നതാണ്. ഇതുവരെ ഒരു അപ്ഡേറ്റും കിട്ടിയിട്ടില്ല. കയറണോ വേണ്ടോന്ന് അറിയത്തില്ല. അവിടെ എല്ലാവരും ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ MLA വരുന്നുണ്ട്. അപ്പോൾ MLA വേണ്ടി വെയിറ്റ് ചെയ്യണം. ഈ തൊഴിൽ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്താ നിങ്ങളോട് പറഞ്ഞത്? അവരാണെങ്കിലും പിന്നെ താൽക്കാലികമായി ഒപ്പിട്ട് മടങ്ങുക, അങ്ങനെ ഒരു രീതിയിലേക്കാണ്. താൽക്കാലിക ഇപ്പം കൊച്ചിയിലാണെങ്കിലും ഇവിടെയാണെങ്കിലും ഒപ്പിട്ട് ഞങ്ങൾ മടങ്ങാം. പക്ഷേ ഇപ്പോൾ MLA വരുന്നത്, അപ്പോൾ MLAയുടെയും കൂടി അഭിപ്രായം അറിഞ്ഞിട്ട് മാറാന്നുള്ള രീതിയിൽ. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ ഈ ഒപ്പിട്ട് മടങ്ങുക എന്നൊരു രീതിയാണ് അവലംബിച്ചിട്ടുള്ളത്. കാരണം മുഴുവൻ ആളുകളും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. കാരണം നേരത്തെ ബാത്റൂം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ലഭിക്കാത്ത ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ വലിയ ബുദ്ധിമുട്ടിലേക്ക് കാര്യങ്ങൾ പോകരുത് എന്നുള്ളത് കൊണ്ടാണ് ഈ 90% ആളുകളോടും പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടത്. ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ, ഈ വാർഡ് കൗൺസിലർ ഉൾപ്പെടെയുള്ളവർ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അല്പസമയത്തിനകം തന്നെ CITUവിൻ്റെ നേതൃത്വത്തിൽ ഇങ്ങോട്ടേക്ക് ഒരു മാർച്ച് സംഘടിപ്പിക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ജീവനക്കാർ പലരും നിലവിൽ മടങ്ങിക്കഴിഞ്ഞു. അടുത്ത ദിവസവും, അതായത് ഇതിന് തൊട്ട് സമീപത്തുള്ള ആളുകൾ മാത്രം ഇങ്ങോട്ടേക്ക് എത്തിയാൽ മതി എന്നൊരു തീരുമാനമാണ് ഇവർ എടുത്തിരിക്കുന്നത്. കാരണം മുഴുവൻ ആളുകളും ദൂരെ നിന്നും എത്തേണ്ടതില്ല. അതുകൊണ്ട് തന്നെ അടുത്തുള്ള ആളുകൾ അടുത്ത ദിവസവും എത്തും. അതിനിടയിൽ ഏതെങ്കിലും രീതിയിൽ പോസിറ്റീവായുള്ള തീരുമാനം ഉണ്ടാവുകയാണെങ്കിൽ അതിനനുസരിച്ച് മുന്നോട്ട് പോകാം എന്നൊരു തീരുമാനമാണ് ഇപ്പോൾ ജീവനക്കാർ എടുത്തിരിക്കുന്നത്. ശരി സരീഷ്, എന്തായാലും നമ്മൾ കൊച്ചിയിലും കോഴിക്കോട്ടും ഒരേ സാഹചര്യമാണ് ഈ കാര്യത്തിലുള്ളത് എന്നുള്ളതാണ്. ഇത്തരത്തിൽ ഇന്നലത്തെ ചർച്ചകൾ പറഞ്ഞ പോലെ ഒന്നുമല്ല